കേരളത്തിലെ അസംബ്ലി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇന്നേക്ക് ഒരാഴ്ച പൂർത്തിയായിരിക്കുന്നു. വലിയ ആവേശത്തോടെയുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. സതീശൻ്റെ കൃത്യവും വ്യക്തവുമായ നയം കാരണവും പിണറായി ഗവൺമെൻറ്റിനോട് ജനങ്ങൾക്കുണ്ടായിരുന്ന അതിരറ്റ രോഷവും കാരണം 102 സീറ്റാണ് UDF ലഭിച്ചത്. അതനുസരിച്ച് ഉടനെ തന്നെ ഒരു മന്ത്രിസഭ കേരളത്തിലുണ്ടാകും എന്ന് എല്ലാവരും കരുതി. എന്നാൽ ഇന്ന് ഒരാഴ്ച പിന്നിട്ടപ്പോഴും ആരെ മുഖ്യമന്ത്രി ആകും, ആരെ മുഖ്യമന്ത്രി ആക്കണം എന്ന കാര്യത്തിൽ കേരളത്തിലോ ഹൈക്കമാൻഡിനോ ഒരു ധാരണയിലെത്താൻ സാധിച്ചിട്ടില്ല. നേരത്തെ MP-മാർ മത്സരിക്കേണ്ടെന്ന് പറഞ്ഞ് അവരെയൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിർത്തുകയായിരുന്നു കേസിയുടെ മനസ്സിൽ അന്നേ ഒരു ഉണ്ടായിരുന്നിരിക്കാം. അതല്ലെങ്കിൽ കേരളത്തിൽ ഭരണം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് കരുതുകയും ചെയ്തിരിക്കാം. ഏതായാലും 102 സീറ്റുമായി UDF വന്നപ്പോൾ നേരത്തെ ഞാനൊരിക്കലും മുഖ്യമന്ത്രി ആകാനില്ല എന്ന് പലവട്ടം പറഞ്ഞിരുന്ന ആ വാക്കുകളൊക്കെ മറന്ന് കേരളത്തിൽ മുഖ്യമന്ത്രിയാകുവാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സിന് ഒരു ഹൈക്കമാൻഡുണ്ട്. അവിടെ ആകെ ഈ കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ പൂർണ്ണ പരാജയമായിരുന്നുവെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നത് ആയിരുന്നു. ഈ ചർച്ചയിൽ നിന്ന് യും കൂടി മാറിയപ്പോൾ പിന്നെ സോണിയ മാഡവും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാജിയും ഇടയിൽ ഒരു ഖാർഗെയും മാത്രമേ ഉള്ളൂ. അവരിയ്ക്കുന്ന ഫോട്ടോ കാണുമ്പോൾ 63 സീറ്റിൽ വിജയിച്ച ഇവരെ ഒരു ജനാസ പോലെ അവർ വെച്ച് കാത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഒരു തീരുമാനം ഉള്ളൊരു തീരുമാനം പറയുവാൻ ആർക്കും സാധിക്കുന്നില്ല. രാഹുൽ ഗാന്ധി എന്ന ഒരു നേതാവ് നമുക്കുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്, കോൺഗ്രസ് അനുഭാവികളും മറ്റും. എന്നാൽ ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടം കേരളത്തിൽ ഉടലെടുക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ ഈ വിജയത്തിന് കാരണക്കാരനായവൻ സതീശനാണ്. അതുകൊണ്ട് സതീശനാവട്ടെ മുഖ്യമന്ത്രി. MLA-മാരുടെ ഭൂരിപക്ഷം അളക്കേണ്ട സന്ദർഭം ഇതല്ല. നേരത്തെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും സംഭവിച്ചതുപോലെ ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് പറയുവാൻ ഒരു നേതാവ് ഇല്ലാതെ പോയി എന്നത് കോൺഗ്രസിനെ വല്ലാതെ ക്ഷീണിപ്പിക്കുന്നുണ്ട്. ഗെഹ്ലോട്ടും മധ്യപ്രദേശിലെ നേതാവും MLA ആയിരുന്നു. ഇവിടെ MLA പോലും ആയിട്ടില്ല. അങ്ങനെ ഇനി ഇവിടെ മത്സരിച്ച് MLA ആയിട്ട് വേണം 6 മാസത്തിന് ശേഷം യുടെ മുഖ്യമന്ത്രി പദം നിലനിൽക്കാൻ. ഈ ഒരവസ്ഥയിൽ കോൺഗ്രസ് ഇങ്ങനെ പോകുമ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത എല്ലാവരും ചിലപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പോലും UDF ലഭിച്ചിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ. കാരണം അതിനു മാത്രം ദ്രോഹവും ധൂർത്തും അഴിമതിയുമായിരുന്നു പിണറായി ഗവൺമെൻറ്റിൻ്റെ മുഖമുദ്ര. ജനങ്ങൾ നേരത്തെ ഒരു കിറ്റ് കിട്ടിയപ്പോൾ ഒരബദ്ധവശാലാണ് രണ്ടാമതും പിണറായി വിജയന് വോട്ട് ചെയ്തത്. അതിൻ്റെ ദുഃഖം, പോരായ്മ അവർ മനസ്സിലാക്കി അതിൻ്റെ എല്ലാ പോരായ്മകളും തീർത്താണ് അവർ ഈ തവണ UDF വോട്ട് ചെയ്തത്. ഇങ്ങനെ ജനങ്ങളെല്ലാം വലിയ ആവേശത്തിലായിരുന്നു. ആ ആവേശം പൂർണ്ണമായി കെടുത്തിക്കൊണ്ട് എല്ലാം നശിപ്പിക്കുവാനുള്ള ലക്ഷ്യത്തോടെയാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് എല്ലാവരും പറയുന്നു. കേരളത്തിലെ ഏത് പ്രതിപക്ഷത്തുള്ളവർ പോലും പറയുന്നത് മുഖ്യമന്ത്രിയാവാൻ യോഗ്യൻ സതീശനാണ് എന്നാണ്. അത് ഹൈക്കമാൻഡിന് മനസ്സിലാകുന്നില്ല. ഇനിയും ചർച്ചകളാണ്. ഈ ചർച്ചയ്ക്ക് ഡൽഹിയിലേക്ക് വിളിക്കുന്ന ഈ നേതാക്കന്മാരൊന്നും തന്നെ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരല്ല. അവർ സ്ഥാനമാനങ്ങളെ മാത്രം സ്നേഹിക്കുന്നവരാണ്. അവർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. ഈ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു അനുകൂലമല്ലാത്ത പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളവരെയൊക്കെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്
ഡൽഹിയിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വിമാന ടിക്കറ്റ് വകയിൽ തന്നെ വലിയ ഒരു സംഖ്യ ഹൈക്കമാൻഡിന് ഇപ്പോൾ ചിലവായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ KPCC പ്രസിഡന്റുമാരെ കൂടി ഒന്ന് വിളിച്ചിട്ടുണ്ട്. ഇനി അവർ കിടന്ന സ്ഥലത്ത് വല്ല പൂടയും ബാക്കിയുണ്ടോ എന്ന് പരിശോധിക്കാനായിരിക്കാം. ഏതായാലും വലിയ നിരാശയിലാണ് UDFന് വോട്ട് ചെയ്തവർ. ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്നത്തെ ഹൈക്കമാൻഡിൻ്റെ കാര്യത്തിലും ആളുകൾക്ക് വലിയ നിരാശയാണുള്ളത്. ഗഡ്സുള്ള ഒരു തീരുമാനം പറയുവാൻ രാഹുൽ ഗാന്ധി മുതിരുന്നില്ല. രാഹുൽ ഗാന്ധി ആകെ പറഞ്ഞ ഒരു കാര്യം കേരളത്തിൽ ഇങ്ങനെ നടക്കുന്ന പ്രതിഷേധങ്ങളും ഫ്ലക്സ് വെക്കലുകളും ശരിയല്ല എന്നാണ്. അത് ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം കോൺഗ്രസ്സുകാർ നിർത്തിയപ്പോഴും കോൺഗ്രസിന് ഊർജം ഉണ്ടാക്കുവാൻ CPMകാർ ഇപ്പോൾ രംഗത്തിറങ്ങി. അവരും ഇരുളിൻ്റെ മറവിൽ പ്ലസ്സുകൾ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പിടിക്കപ്പെട്ട ആൾ തന്നെ പറഞ്ഞു കോൺഗ്രസ്സിന് ഒരു ഊർജം നൽകുവാൻ വേണ്ടി വെച്ചതാണ് എന്ന്. കോൺഗ്രസ്സിനൊരു ഊർജ്ജക്കുറവുണ്ട് എന്ന് പ്രതിപക്ഷവും കരുതുന്നു. ഏതായാലും ഈ നില എത്ര ദിവസം ഇനി തുടരും എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഇത് ലജ്ജാകരമാണ്, വേദനാജനകമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.